ഭാഗത്ത് ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെ, സെല്ലുകൾ ലോക്ക് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഏരിയ ഞാൻ ഹോമിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഫോർമാറ്റിൽ ലോക്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ലോക്ക് ചെയ്തു. ഈ സെലക്ട് ചെയ്ത് അത്രയും ഭാഗം ലോക്ക് ചെയ്തു. എന്നിട്ട് റിവ്യൂവിൽ പ്രൊട്ടക്ട് ഷീറ്റിൽ ഞാനിവിടെ ഈ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, മെസ്സേജ് വരും. ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല മെസ്സേജ്. എനിക്ക് ഈ നെയിംസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഈ മാർക്കുകൾ ഇവിടെയൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ 45 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ചേഞ്ച് ചെയ്യാൻ പറ്റും. 85 ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ലോക്ക് ചെയ്ത ഏരിയാസിലൊന്നും പ്രൊട്ടക്ഷൻ വരില്ല. ലോക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ മാത്രമേ പ്രൊട്ടക്ഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലം ലോക്ക് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താൽ മറ്റു ഭാഗമൊക്കെ പ്രൊട്ടക്റ്റ് ആവും. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഏരിയയിൽ പ്രൊട്ടക്ഷൻ വരില്ല. അപ്പോൾ പാർഷ്യലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രൊട്ടക്ഷൻ വരേണ്ടാത്ത ഭാഗം ലോക്ക് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കും.